നമസ്കാരം. തൃശ്ശൂർ പൂരം ക്ഷേത്രങ്ങളിലൂടെ എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തൃശ്ശൂർ പൂരത്തിൽ പങ്കാളിയായ അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് ലാലൂർ കാർത്യായനി ക്ഷേത്രം. പരശുരാമനാൽ സ്ഥാപിക്കപ്പെട്ട 108 ദുർഗാലയങ്ങളിൽപ്പെട്ടതാണ് ഈ ക്ഷേത്രം. വടക്കുന്നാഥൻ്റെ 4 അതിരുകൾ കാക്കുന്ന ദേവിമാരിൽ ഒരാളാണ് ലാലൂർ ഭഗവതി. നിറയെ സുർക്കി നിർമ്മിത കൊത്തുപണികളാൽ നിർമ്മിച്ച അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ലാലൂർ കാർത്യായനി ക്ഷേത്രം. തൃശ്ശൂർ പൂരത്തിലെ പങ്കാളിയായ ലാലൂർ കാർത്യായനി ക്ഷേത്രമാണിത്. തൃശ്ശൂർ കളക്ട്രേറ്റിന് തെക്കുഭാഗത്തായി ഏകദേശം 2 കിലോമീറ്റർ മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ കാർത്യായനി ദേവിയുടേതാണ്. വിദ്യാദായിനിയും മംഗല്യപ്രദായിനിയുമാണ് ഇവിടുത്തെ ദേവി. ഈ ക്ഷേത്രത്തിൽ മറ്റ് ഉപദേവതകൾ ഇല്ല. എന്നാൽ ക്ഷേത്രമതിലിന് പുറത്തായി ദമ്പതിരക്ഷസിനെയും അടുത്തിടെയായി നാഗപ്രതിഷ്ഠയും നടത്തിയിട്ടുണ്ട്. വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ശങ്കരനാരായണ ക്ഷേത്രം പോലെ തന്നെ ഏറെ കൊത്തുപണികളോട് കൂടിയതാണ് ഈ ക്ഷേത്രം. ഏകദേശം 3000-ഓളം വർഷത്തെ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. ഏകദേശം ഒരു 2012 കാലയളവിൽ പറയുകയാണെങ്കിൽ, ഓർമ്മയിൽ പറയുകയാണെങ്കിൽ പുനരുദ്ധാരണത്തിന് മുൻപാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ ഇപ്പോഴുള്ള തലമുറകൾ അറിയാൻ തുടങ്ങിയിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ കുമ്മായം, പഴയ കാലത്തെ കുമ്മായം കൊണ്ടാണ് അത് പെയിൻറ്റിങ് ഇങ്ങനെ കൊല്ലം അടിച്ച് വന്നിട്ട് അതിൻ്റെ ആ ശില്പങ്ങളൊക്കെ മൂടിക്കെടുക്കുമായിരുന്നു. ഇപ്പോഴുള്ള ഈ പഴയ അന്നത്തെ ആ കാലഘട്ടത്തിലത്തെ കമ്മിറ്റിക്കാരും അതുപോലെ തന്നെ വിശ്വാസികളായ ദേശവാസികളൊക്കെ കൂടി ചേർന്ന് അവർ നടത്തിയ ശ്രമത്തിൻ്റെ ഫലമായിട്ട് ആ ചുമരുകൾ കഴുകി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ കാണാൻ കഴിഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുമ്മായം പോയി ഒരുപാട് വർഷങ്ങൾ, അതായത് നൂറ്റാണ്ടുകൾക്ക് പഴക്കം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സുർക്കിയാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ചുമരുകൾ. അത്രയധികം പ്രാധാന്യമാണ്. തെളിഞ്ഞു വന്ന ശില്പങ്ങളാണെങ്കിലോ അതിപുരാതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപുരാതനം, അതിഗംഭീരമായ ശില്പങ്ങളും. അപ്പോൾ അന്നത്തെ ആളുകളെല്ലാം ഭയന്നുപോയി. അങ്ങനെയാണ് ആ പുനരുദ്ധാരണത്തിൻ്റെ തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ഇത്രയും പഴക്കം, അതായത് അതിന് ശേഷമാണ് MGS ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണൻ അദ്ദേഹം വന്ന് നോക്കിയപ്പോഴാണ് പറയുന്നത്, ഒരു 12-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിലൊക്കെയാണ് ഈ ക്ഷേത്രം ഉണ്ടാവാൻ സാധ്യത. ആ ശില്പങ്ങൾക്കൊക്കെ 10-800 വർഷങ്ങൾക്ക് മുൻപുള്ള ശില്പചാരുതകളാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളതും. അതുപോലെ തന്നെ ഈ ശില്പങ്ങൾ തെളിഞ്ഞു വന്നപ്പോൾ അതിൻ്റേതായ ചരിത്രങ്ങൾ, അത് പരമായിട്ടുള്ള കാര്യങ്ങൾ വേറെ കുറേ ഉണ്ടായിരുന്നു അതിനകത്ത്. അതിൻ്റെ വിശ്വാസങ്ങൾ, ആ വിശ്വാസത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ചിത്രങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതെന്നും. അപ്പോൾ ഇവിടുത്തെ മെയിൻ വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നല്ല കുടുംബൈശ്വര്യം ഉണ്ടാവുക ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക്. അത്രയും സമ്പന്നമായ കാലഘട്ടത്തിലുള്ള ഇതായതുകൊണ്ട് അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട്. അന്നാണ് അദ്ദേഹം പറയുണ്ടായത്. ഇത്രയും വർഷം പഴക്കമുണ്ട്. അന്ന് ചോളന്മാരെ കാലത്താണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതെന്നാണ് പറയണത്. പിന്നെ ഒരു ചരിത്രം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ 4 അതിരുകളിൽ 4 ദുർഗാദേവി ക്ഷേത്രങ്ങളുണ്ട്. അതിലൊരു ക്ഷേത്രമാണ് ഇത്. ഇത് ലാലൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കന്നിമൂലയിലാണ്. അതൊരു വലിയ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ കൊടിയേറ്റം ഇവിടെ നിന്നാണ് തുടക്കം. തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും തുടക്കം കുറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഉത്സവങ്ങൾക്കും കൊടിയേറ്റമാണ്. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ വിശ്വപ്രസിദ്ധമായ പൂരത്തിന് കൊടിയേറ്റം ശ്രീ ലാലൂർ കാർത്യായനി ദേവി ക്ഷേത്രത്തിലാണ് കൊടി കയറുക. അതിന് ശേഷമാണ് മറ്റ് ഘടകപൂരങ്ങളിലും മറ്റ് എല്ലായിടത്തും കൊടി കയറി പൂരം ആഘോഷം തുടങ്ങുക. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊടിയേറ്റം നാട്ടുകാർ ചേർന്നിട്ടാണ്, എല്ലാ വിശ്വാസികളും നാട്ടുകാരും ചേർന്ന് ആണ് കൊടിയേറ്റം നടത്തുക. കൊടിയേറ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ
ആ ക്ഷേത്രാചാര ചടങ്ങുകളൊക്കെ ഉണ്ട്, അതങ്ങനെ നടക്കും. ശാന്തസ്വരൂപിണിയായ ദേവി ബാലരൂപത്തിലാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അതായത് കുടുംബൈശ്വര്യത്തിനും അതുപോലെ തന്നെ മറ്റ് സന്താന ലബ്ധിക്കൊക്കെ വളരെയധികം പ്രാധാന്യം ഉണ്ടെന്നാണ് അന്ന് ചരിത്രകാരന്മാർ പറയേണ്ടായത്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ വിശ്വാസികളായിട്ടുള്ള എല്ലാവർക്കും അനുഭവിക്കാനും പറ്റുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആ കാലത്ത് തന്നെ അത്രയും സമ്പന്നമായൊരു ദേവിയായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തനിച്ചാണ് ഇരിക്കണേ, വേറെ ആരും വേണ്ട എന്നുള്ള രൂപമായിരുന്നു. പിന്നീടാണ് മറ്റ് പ്രതിഷ്ഠകളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ നാഗപ്രതിഷ്ഠയുണ്ട്, പിന്നെ ബ്രഹ്മരക്ഷസ്, അതൊക്കെ ക്ഷേത്രം മതിൽക്കെട്ടിന് പുറത്താണ്. ശ്രീകോയിലിനകത്തും ഒരു പ്രതിഷ്ഠ, മതിൽക്കെട്ടിനകത്തും ഏക പ്രതിഷ്ഠ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ ഒരു മറ്റതൊക്കെ പുറത്ത്, ക്ഷേത്ര മതിലിന് പുറത്താണ് മറ്റ് പ്രതിഷ്ഠകൾ. അപ്പോൾ ദേവി വളരെ ശാന്തസ്വരൂപിണിയായിട്ട് സ്ഥിതി ചെയ്യുകയാണ്. പരശുരാമനാൽ പ്രതിഷ്ഠിതമായ 108 ദുർഗാലയങ്ങളിൽപ്പെട്ടതാണ് ഈ ക്ഷേത്രം. കൃതായുഗത്തിൽ നടന്നതായി പറയുന്ന ദക്ഷയാഗവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള സ്ഥലങ്ങൾ തേടിപ്പിടിച്ച് അവിടങ്ങളിലാണ് ഭാർഗവരാമൻ ഈ ദുർഗാലയങ്ങൾ സ്ഥാപിച്ചതെന്ന് പറയപ്പെടുന്നു. കഥ ഇങ്ങനെ: യക്ഷയാഗം കാണുവാൻ യാഗശാലയിലെത്തിയ സതീദേവിയെ പിതാവായ യക്ഷൻ അപമാനിച്ചു. അപമാനം സഹിക്കവയ്യാതെ ദേവി ആ യാഗശാലയിൽ വെച്ച് തന്നെ ജീവത്യാഗം ചെയ്തു. വിവരമറിഞ്ഞെത്തിയ ശ്രീ പരമേശ്വരൻ സതീദേവിയുടെ ജഡം ശിരസിലേറ്റി നൃത്തം ചെയ്യാനാരംഭിച്ചു. നൃത്തത്തിൻ്റെ ശക്തിയാൽ സകല ലോകങ്ങളും വിറയ്ക്കാൻ തുടങ്ങി. ലോകം തന്നെ നശിക്കുമെന്ന് പറയുന്ന ശ്രീ മഹാവിഷ്ണു ആ ജഡം ശിവശിരസിൽ ഇരിക്കുന്നിടത്തോളം കാലം മഹേശ്വരൻ ശാന്തനാകില്ലെന്ന് മനസ്സിലാക്കി സ്വന്തം പള്ളിവില്ലെടുത്ത് അസ്ത്രം തൊടുത്തു. അങ്ങനെ സതീദേവിയുടെ ജഡം തുണ്ടുതുണ്ടുകളായി മുറിഞ്ഞു. അത് 108 തുണ്ടുകളായി 108 സ്ഥലങ്ങളിൽ ചെന്ന് പതിച്ചു എന്നാണ് ഐതിഹ്യം. ആ സ്ഥലങ്ങൾ തേടിപ്പിടിച്ചാണ് ഭാർഗവരാമൻ ദുർഗാലയങ്ങൾ സ്ഥാപിച്ചതെന്ന് ഐതിഹ്യം പറയുന്നു. അതിപുരാതന കാലത്ത് ലാലൂർ യജ്ഞാതി കർമ്മങ്ങൾ കൊണ്ട് പരിപാവനമായ പ്രദേശമായിരുന്നു അത്രേ. യാഗങ്ങളുടെ ഊരായ യാഗൂർ ലോപിച്ചാണ് ലാലൂരായി മാറിയതെന്ന് പറയപ്പെടുന്നു. ഏറെ നാൾ ക്ഷയിച്ചു കിടന്ന ഈ ക്ഷേത്രം പിന്നീട് കൊത്തുപണികളാൽ പണി കഴിപ്പിക്കുകയായിരുന്നു. നിറയെ കൊത്തുപണികളാൽ നിർമ്മിച്ച അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ലാലൂർ ക്ഷേത്രം. സുർക്കി നിർമ്മിത കൊത്തുപണികളാൽ പുനർനിർമ്മിച്ച ക്ഷേത്രഗോപുരം ഏറെ ശ്രദ്ധേയമാണ്. ലാലൂർ കാർത്യായനി ക്ഷേത്രം അതിപുരാതനമായ ക്ഷേത്രം ആണ്. നമ്മളിവിടെ കമ്മിറ്റി വരുന്നത് 2022-ലാണ്. അതിനു മുന്നേ പൂരം ഭംഗിയായിട്ട് നടന്നിരുന്നു. ഇപ്പം അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്ഷേത്രത്തിനാണ് ആദ്യത്തെ കൊടിയേറ്റം. ഘടകക്ഷേത്രങ്ങളിലും പാറമക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളിൽ കൊടിയേറുന്നതിന് മുന്നേ ഫസ്റ്റ് കൊടിയേറുന്ന ക്ഷേത്രമാണ് ലാലൂർ ഭഗവതി ക്ഷേത്രം. പൂരത്തിന് മുന്നേ ആയിട്ട് രണ്ടാം ദിവസം നമ്മൾ ചിയാരം പൂക്കാട്ടിക്കര ക്ഷേത്രത്തിലേക്ക് ദേവീനെ കൊണ്ടുപോയി ഇറക്കി എഴുന്നള്ളിച്ച് അവിടെ നിന്ന് ദേവിയെ തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിയിട്ട് പൂജ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന ഒരു ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ പൂരത്തിന് 6 മണിക്ക് പൂരത്തിന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. പൂരം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 3 ആനകളായിട്ട് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കോട്ടപ്പുറത്ത് എത്തുമ്പോൾ അത് 5 ആനകളാവും. അത് കഴിഞ്ഞ് നടുവിലാലെത്തുമ്പോൾ 9 ആനകൾ. അപ്പോൾ നമ്മുടെ മേളം പഞ്ചവാദ്യം അവിടെ അവസാനിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ശ്രീമൂലസ്ഥാനത്തേക്ക് എത്തുമ്പോൾ പാണ്ടിമേളം സ്റ്റാർട്ട് ചെയ്യും. പാണ്ടിമേളം സ്റ്റാർട്ട് ചെയ്ത് 10 കൂടിയിട്ട് കാലത്തെ പൂരം ചടങ്ങ് അവസാനിക്കും. അപ്പോൾ ഒരു ആനയായിട്ട് വടക്കുന്നാൻ്റെ ഉള്ളിൽ കടന്ന് തെക്കേ നടയിൽ കൂടി ഇറങ്ങി നമ്മൾ തിരിച്ചു പോരും. ഈ അരനാട്ടുകര വഴിക്ക് തിരിച്ചു പോരും. പോകുന്നത് നമ്മൾ ലാലൂർ ശ്മശാനം വഴി പോയിട്ട് പടിഞ്ഞാറക്കോട്ട കൂടി പോകുന്നത്. രാത്രിയിൽ എഴുന്നള്ളിപ്പ് 6:30 തുടങ്ങും. ഇതേമാതിരി തന്നെ ഈ അരനാട്ടുകര വഴിയാണ് യാത്ര. ചടങ്ങുകളൊക്കെ അതേമാതിരി തന്നെ. പൂരം അവിടെ എത്തുമ്പോൾ ഈ രാത്രി വേറെ മേളമില്ല, മേളം ഇതായിട്ട് പോകും. 9 ആനയ്ക്കുള്ള പൂരം. ഇന്നിപ്പോൾ നമ്മളുടെ മുൻകാലങ്ങളിൽ പൂരം കറക്റ്റ് സമയത്ത് എത്താത്തതിൻ്റെ ഒരുപാട് വീഴ്ചകൾ സംഭവിച്ച് നമുക്ക് ഏറ്റവും നമ്മുടെ
പൂരത്തിൻ്റെ ഭംഗി കാണേണ്ടത് പൂരപ്പറമ്പിലാണ്. ഈ ലോകമെമ്പാടും കാണുന്ന സമയത്ത് നമ്മുടെ പൂരം എത്താറില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പുതിയ കമ്മിറ്റി വന്നതിന് ശേഷം കറക്റ്റ് സമയത്ത് എത്തുകയും നമ്മുടെ പൂരം ഗംഭീരമായി അതിഗംഭീരമായി നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ദേശങ്ങളും നമ്മളായിട്ട് സഹകരിച്ച് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ മുൻകാലങ്ങളിൽ പൂരത്തിന് നമ്മൾ ഇവിടുന്ന് അധികം ജനസഞ്ചയം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മളുടെ പൂരത്തിന് ജനപങ്കാളിത്തം, അത് ജാതി മത ഭേദമന്യേ വൻ ജനപങ്കാളിത്തത്തോട് കൂടിയിട്ടാണ് നമ്മൾ പൂരം കൊണ്ടുപോകുന്നത്. അതും വൈകുന്നേരത്തെ പൂരത്തിന് നമുക്ക് ജനങ്ങൾ അധികമായിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെ ഒരു ജനസഞ്ചയം ഉണ്ടാവാറുണ്ട്. പൂരപ്പിറ്റേന്ന് കൊടിക്കൽ പൂരം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മുടെ കൊടി ഇറക്കണ ഇതാണ് പൂരപ്പിറ്റേന്ന്. കൊടിക്കൽ പൂരം എന്ന് അതിനെ പറയാം. അത് ഇറക്കി കഴിഞ്ഞ ചടങ്ങുകൾ കഴിഞ്ഞു. നമ്മൾ വിശേഷ ദിവസങ്ങൾ കാർത്തിക ആണ് നമ്മൾ ഭംഗിയായിട്ട് ആഘോഷിക്കാറുള്ളത്. കാർത്തികയ്ക്ക് നമ്മൾ ഒരു 1000 പേർക്ക് ഒരു അന്നദാനം നടത്തും. മേളം എഴുന്നള്ളിപ്പോട് കൂടി കാർത്തികയാണ് ഇതായി. വൈകിട്ട് ഒരു 50 കുട്ടികളുടെ താലം അതൊക്കെ ആയിട്ട് എഴുന്നള്ളിപ്പ് ലാലൂര് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് അവസാനിക്കും. അത് കഴിഞ്ഞാൽ പ്രത്യേകതയുള്ളത് നമ്മൾ ഇല്ലന്നറ നടത്തുന്നുണ്ട്. അതായത് ഗണപതി ഹോമം. അതിപ്പോൾ പുതിയതായിട്ട് നമ്മൾ കമ്മിറ്റി വന്നതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തതാണ്. ഗണപതി ഹോമത്തിനോടനുബന്ധിച്ച് ഇല്ലന്നറ നടത്തി ഈ എല്ലാ ജനങ്ങളും വന്ന് ആനയൂട്ടടക്കം നടത്തുന്നുണ്ട്. ഇപ്പോൾ അതേമാതിരി നമ്മളിപ്പോൾ പ്രതിഷ്ഠാദിനത്തിന് ഒരു 750 പേർക്ക് സദ്യയും എഴുന്നള്ളിപ്പും മേളത്തോട് കൂടിയിട്ട് പ്രതിഷ്ഠാദിനം ആചരിക്കുന്നുണ്ട്. ഏറെ നാൾ ജീർണാവസ്ഥയിൽ കിടന്നിരുന്ന ക്ഷേത്രത്തിൽ അടുത്തിടെയാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നത്. ക്ഷേത്രക്കുളം നന്നാക്കുകയും ചുറ്റുമതിൽ, ഗോപുരം, സ്റ്റേജ്, ക്ഷേത്രം ഓഫീസ് എന്നിവ നിർമ്മിക്കുകയും ചെയ്തു. ഈ ക്ഷേത്രത്തിൽ പണ്ട് 3 ബ്രാഹ്മണ ഇല്ലങ്ങൾക്ക് ഊരായ്മ സ്ഥാനം ഉണ്ടായിരുന്നു. പിന്നീട് കിഴക്കിനിയടത്ത് ഇല്ലത്തിൻ്റെ കൈവശം എത്തിച്ചേരുകയും ഈ ഇല്ലങ്ങൾ ക്ഷയിച്ച ശേഷം ക്ഷേത്രം മണ്ണത്ത് തറവാട്ടുകാരുടെ അധീനതയിലാകുകയും ചെയ്തു. ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം. വടക്കുന്നാഥ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു പണ്ട് ഈ ക്ഷേത്രത്തിലെ മേൽശാന്തി. വടക്കുന്നാഥൻ്റെ 4 അതിരുകൾ കാക്കുന്ന ദേവിമാരിൽ ഒരാളാണ് ലാലൂർ ഭഗവതി. മീനമാസത്തിലെ ഉത്തരനാളിലെ പ്രതിഷ്ഠാദിനം, തൃശ്ശൂർ പൂരം, ശിവരാത്രിക്ക് വടക്കുന്നാഥനിലേക്കുള്ള എഴുന്നള്ളിപ്പ്, തൃക്കാർത്തിക വിളക്ക്, കാർത്തിക ഊട്ട് എന്നിവയാണ് ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങൾ. ഈ തൃക്കാർത്തിക ദേവിയുടെ തിരുനാളാണ്. 14 ലോകങ്ങളിലും ദേവയക്ഷ കിന്നര ഗന്ധർവന്മാരും അന്നേ ദിവസം ദേവിയെ വാഴ്ത്തി സ്തുതിക്കുമത്രേ. ഇപ്പോൾ ഈ ക്ഷേത്രം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്. തൃശ്ശൂർ പൂരത്തിന് ആദ്യം കൊടികയറുന്നത് ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിലാണ്. രാവിലെ 8-നും 8:30-നും ഇടയിലാണ് കൊടിയേറ്റം. കൊടികയറി പിറ്റേന്ന് ഈ ദേവി കാരമുക്ക് ഭഗവതി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളും. അവിടെ നിന്ന് ദേവിയെയും കൂട്ടി തിരിച്ചെഴുന്നള്ളി ഇവിടെ വന്ന് ആദിത്യമരുളി തിരിച്ചയക്കുന്ന ചടങ്ങുണ്ട്. ഈ പതിവ് ഇന്നും തുടരുന്നു. കാരമുക്ക് ഭഗവതിയും ലാലൂർ ഭഗവതിയും സഹോദരിമാരാണെന്നാണ് ഐതിഹ്യം പറയുന്നത്. പൂരം കൊടികയറി 7 ദിവസവും ശ്രീഭൂതബലി, നവകം, പഞ്ചഗവ്യം എന്നീ ചടങ്ങുകളും ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് എന്നിവ പതിവുണ്ട്. കൊടിയേറിക്കഴിഞ്ഞാൽ ദേശപ്പറയെടുക്കുന്ന ചടങ്ങുണ്ടായിരുന്നുവെങ്കിലും ഇന്ന് ഈ പതിവില്ല. പൂരം കൊടികയറി തുടർന്നുള്ള ദിവസങ്ങളിൽ ലാലൂർ, അരനാട്ടുകര, കിഴക്കേപ്പുറം, SN പാർക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലുള്ളവർ ക്ഷേത്രത്തിലെത്തി പറകൾ സമർപ്പിക്കാറുണ്ട്.
പൂരദിവസം രാവിലെ 6 മണിക്ക് വിശേഷാൽ പൂജകളും ആറാട്ടും കഴിഞ്ഞ് 3 ആനകളുടെ അകമ്പടിയോടെ ദേവി വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും. നടപ്പാണ്ടിയുടെയും പഞ്ചവാദ്യത്തിൻ്റെയും നാഗസ്വരത്തിൻ്റെയും അകമ്പടിയോടെയാണ് ദേവിയുടെ എഴുന്നള്ളത്ത്. പൂരം ലാലൂർ വഴി കാഞ്ഞാണി റോഡിലൂടെ ഔട്ട് പോസ്റ്റിലെത്തിയാൽ പഞ്ചവാദ്യം അവസാനിപ്പിക്കും. പിന്നെ നാദസ്വരത്തിൻ്റെയും നടപ്പാണ്ടിയുടെയും അകമ്പടിയോടെ പടിഞ്ഞാറേക്കോട്ട വഴി MG റോഡിൽ പ്രവേശിക്കും. പൂരം കോട്ടപ്പുറം പാലത്തിലെത്തിയാൽ പഞ്ചവാദ്യം വീണ്ടും ആരംഭിക്കും. അപ്പോൾ ആനകൾ 5 ആകും. പൂരം ശ്രീമൂലസ്ഥാനത്തെത്തിയാൽ പിന്നെ പാണ്ടിമേളമാണ്. 9 ആനകൾ അകമ്പടിയാകും. എഴുന്നള്ളിപ്പിന് ശേഷം പടിഞ്ഞാറ് ഗോപുരത്തിലൂടെ കയറി വടക്കുനാഥനെ പ്രദക്ഷിണം വെച്ച് വണങ്ങിയ ശേഷം തെക്കേ ഗോപുരത്തിലൂടെ പുറത്തിറങ്ങി ക്ഷേത്രത്തിലേക്ക് തന്നെ മടങ്ങും. എന്നാൽ രാത്രിയിലെ പൂരം പോകുന്നത് മറ്റൊരു വഴിയിലൂടെയാണ്. അത്താഴപൂജ കഴിഞ്ഞ് അരനാട്ടുകര തോപ്പിൻമൂല നേതാജി ഗ്രൗണ്ട് വഴി പടിഞ്ഞാറേക്കോട്ടയിലെത്തും. രാവിലത്തേതുപോലുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം വടക്കുനാഥനെ വണങ്ങി ശ്രീമൂലസ്ഥാനത്തെ നിലപാടുതറയിൽ കയറി നിന്ന് ക്ഷേത്രത്തിലേക്ക് തന്നെ മടങ്ങും. പിന്നെ ഭഗവതിക്ക് പള്ളിയുറക്കമാണ്. ഉത്തരം വിളക്ക് കഴിഞ്ഞ് കൊടിയിറങ്ങുന്നതോടെയാണ് പൂരത്തിൻ്റെ ചടങ്ങുകൾക്ക് സമാപനമാകുക. പൂരപ്പിറ്റേന്ന് വൈകിട്ട് ഒരാനപ്പുറത്ത് പഞ്ചാരിമേളത്തിൻ്റെ അകമ്പടിയോടെ കൊടിക്കൽ പൂരം നടക്കും. തുടർന്ന് ആനപ്പുറത്തുള്ള 7 ഓട്ടപ്രദക്ഷിണത്തിന് ശേഷം ദേവിയെ ശ്രീകോവിലേക്ക് എഴുന്നള്ളിക്കും. ആന കൊടിമരം തള്ളിയിടുന്നതോടെ 1 വർഷത്തെ പൂരച്ചടങ്ങുകൾക്ക് സമാപനമാകും. പുലിയന്നൂർ മനക്കാർക്കാണ് ഈ ക്ഷേത്രത്തിലെ തന്ത്രിസ്ഥാനം. ഒരു കാലത്ത് യാഗങ്ങളുടെ ഊരായിരുന്നു ലാലൂർ. യാഗൂർ ലോപിച്ചാണ് ലാലൂരായതെന്ന് പറയപ്പെടുന്നു. അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് ലാലൂർ കാർത്യായനി ക്ഷേത്രം. പരശുരാമനാൽ സ്ഥാപിക്കപ്പെട്ട 108 ദുർഗാലയങ്ങളിൽപ്പെട്ടതാണ് ഈ ക്ഷേത്രം. തൃശ്ശൂർ പൂരത്തിന് ആദ്യം കൊടികയറുന്നത് ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിലാണ്. സുർക്കി നിർമ്മിത കൊത്തുപണികളാൽ തീർത്ത ഏറെ മനോഹരമായൊരു ക്ഷേത്രമാണ് ലാലൂർ കാർത്യായനി ക്ഷേത്രം. ഇതോടെ തൃശ്ശൂർ പൂരം ക്ഷേത്രങ്ങളിലൂടെ എന്ന പരിപാടി ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. തൃശൂർ പൂരം ക്ഷേത്രങ്ങളിലൂടെ നിങ്ങൾക്കായി സമർപ്പിച്ചത് NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കോ സ്പോൺസേർഡ് ബൈ ജോൺസ് ഹോണ്ട കാർസ്, സ്കൂട്ടേഴ്സ് ആൻഡ് ബൈക്സ്. തൃശൂർ നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും.